അധികാര ദുർവിനിയോഗം എല്ലാ സീമകളും ലംഘിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിലുള്ള സർക്കാർ നടപടികൾ മറികടന്ന് സംസ്ഥാനത്ത് പലയിടത്തും ഗുണഭോക്താക്കൾക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതിന് പകരം ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഗുണഭോക്താക്കളെ വിളിച്ചു വരുത്തി സുതാര്യമായ ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്തിൽ പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ നേതൃത്വവും ചേർന്ന് നിയമവിരുദ്ധമായി 2026 ജൂൺ 2 രാത്രി 8:30 വരെ പ്രായമായവരും അവശരായവരും ഉൾപ്പെടെയുള്ളവരെ ആഫീസിലേക്ക് വിളിച്ചു വരുത്തി, വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുണഭോക്താക്കൾക്ക് വീടുകളിൽ പോയി പെൻഷൻ നൽകി രസീത് വാങ്ങണമെന്നതാണ് ചട്ടം. എന്നാൽ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നറിയാഞ്ഞിട്ടല്ല. ഭരണമാറ്റം ഇങ്ങനെയാണോ സാർ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ബോധ്യമാകേണ്ടത്? ഇങ്ങനെയാണോ ഈ ഭരണമാറ്റത്തിന്റെ ആ നവയുഗ പിറവിയിലേക്ക് പോകേണ്ടത്? വാർദ്ധക്യ സഹജമായ അവശതകളാൽ യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക്, കിടപ്പ് രോഗികൾക്ക് ആശ്വാസം എന്ന നിലയിലാണ് അവർക്ക് പെൻഷൻ വാതിൽപ്പടി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാർ നടപ്പിലാക്കിയത്. ഇതാണ് ഇപ്പോ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രീതി മറ്റുള്ളവരും തുടർന്നാൽ വലിയ തോതിൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അധികാര ദുർവിനിയോഗത്തിനുമാണ് അത് ഇടവരിക. കഴിഞ്ഞ സർക്കാർ നടപടികൾ കാറ്റിൽ പറത്തി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ക്ഷേമ പെൻഷൻ വിതരണം നടന്നത് അടിയന്തരമായി പരിശോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു ജീവനക്കാരൻ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ, അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ വിതരണമെന്ന് കാണേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് പെൻഷൻ വിതരണം നടത്തുന്ന വിവരം വാട്സപ്പ് മുഖേന ഗുണഭോക്താക്കളെ അറിയിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ലീഗിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിനെയാണ് പെൻഷൻ വിതരണത്തിന് സ്വാഭാവികമായും അവർ നിശ്ചയിച്ചത്. അവിടെയുള്ള ലീഗിന്റെ സജീവ പ്രവർത്തകരായ ബാങ്ക് ജീവനക്കാരും പ്രാദേശിക നേതാക്കളും UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വാർദ്ധക്യ സഹജമായവരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ക്യൂ നിർത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. 15/8/2016 ക്ഷേമ പെൻഷൻ വിതരണം വീടുകളിൽ നൽകുന്നതിന് ധനകാര്യ വകുപ്പ് ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിന്റെ GO MS നമ്പർ 324/2026 15/8/2016 ഇറക്കിയ ഉത്തരവിന്റെ നഗ്നമായ പരസ്യമായ ലംഘനമാണ് പുൽപ്പറ്റയിൽ നടന്നത്. 2016 വരെ ട്രഷറിയിൽ പോയി പെൻഷൻ വാങ്ങാൻ ക്യൂ നിന്ന് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനാണ് വാതിൽപ്പടി സേവനം കൊണ്ടുവന്നത്. ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ് എന്നതായിരുന്നു LDFന്റെ സമീപനം. അധികാരം ലഭിച്ച ഹുങ്കിൽ പണ്ട് ട്രഷറിയിൽ ക്യൂ നിന്നവരെ പെൻഷൻ വാങ്ങാൻ പാർട്ടി ഓഫീസുകളിൽ ക്യൂ നിർത്തുന്ന അവസ്ഥയിലേക്ക് UDF മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ഖജനാവിലെ പണം ഈ നിലയിൽ ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ, സഹകരണ ബാങ്ക് ജീവനക്കാർ എന്നിവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്.